ഹലോ ഹായ് ഗായ്സ്. അപ്പോ ഇന്ന് അടുത്ത മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ഒരു ചെറിയൊരു കാലിക്കറ്റ് വരെയുള്ള ഒരു യാത്രയാണ്. ആ യാത്രാ മധ്യേ നമ്മുടെ ചുരം വഴിയാണ് പോകുന്നത്. താമരശ്ശേരി ചുരം അല്ലെ, അറിയില്ലേ? ആ വഴിക്കൊന്ന് പോയി നോക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ചുരത്തിലൂടെയാണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരത്തിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാട് ചുരം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മനോഹരമായ മലമ്പാതകളിൽ ഒന്നാണെന്ന് അറിയാലോ. നമ്മളെ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലൂടെ വളഞ്ഞ് പൊളഞ്ഞ് കയറുന്ന ഈ പാത ഓരോ വളവിലും പുതിയോരോ കാഴ്ചയാണ് അല്ലേ. പിന്നെ നമുക്കിത് ഇന്നത്തെ ഈ ക്ലൈമറ്റ് എന്ന് പറയുമ്പോ മഴയും മഞ്ഞും ഒക്കെ കൂടി കലർന്ന് ഇങ്ങനെ അതിന്റെ സൗന്ദര്യം ഒരു വിളിച്ചോതുന്ന ഒരു ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ഇന്ന് രാവിലത്തെ ഈ അവസ്ഥ എന്ന് പറയുന്നത്. ഈ മൂടൽമഞ്ഞ് ചുരത്തെ പൊഞ്ഞു നിൽക്കുമ്പോൾ മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന അനുഭവമാണ് പലപ്പോഴും നമുക്ക് ലഭിക്കാറുള്ളത് അല്ലെ. മഴക്കാലത്ത് പ്രത്യേകിച്ച് ചെറിയ വെള്ളച്ചാട്ടങ്ങളും നനഞ്ഞ കാടും പക്ഷികളുടെ സംഗീതവും ചേർന്ന് ഈ നമ്മളെ ചുരത്തെ വളരെ മനോഹരമാക്കുന്നു അല്ലെ. അതിനിടയ്ക്കാണ് എയർപിൻ വളവുകളും ഒക്കെ ആയിട്ട് അതിസുന്ദരമായ ഒരിടം അല്ലെ. ശരിക്കും നമ്മളെ ഈ നമ്മളിങ്ങനെ ക്യാമറയിലൊക്കെ പകർത്താൻ കൂടുതൽ നമ്മളെ കണ്ണുകളിലൂടെ നേരിട്ട് ഇങ്ങനെ കാണുമ്പോ ഉണ്ടാവുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് വളരെ എന്താ പറയാ, കണ്ണുകൊണ്ട് ആസ്വദിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാവും അല്ലെ. പ്രകൃതിയുടെ ഹൃദയത്തിലേക്കുള്ള ഒരു യാത്ര പോലെ നമുക്ക് തോന്നില്ലേ? ഒരിക്കൽ സഞ്ചരിച്ചാൽ വീണ്ടും വീണ്ടും സഞ്ചരിക്കാൻ തോന്നില്ലേ? ഈ പച്ചപ്പും തണുത്ത കാറ്റും ഒക്കെ, മലമുകളിലൂടെ ഒഴുകുന്ന മേഘങ്ങളും ഒഴുകി വരുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ വളരെ എന്താ പറയാ, നമ്മളെ വല്ലാതെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണല്ലേ. ഓക്കെ. അപ്പോ ഗൈസ്, മറക്കണ്ട, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത്രയ്ക്കും മനോഹരമായ ഒരു ചിത്രമാണെന്ന് നമുക്ക് വ്യക്തമാവുന്നത്. അതുകൊണ്ട് ആരും മറക്കാതെ ഈ ചാനലിൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.